ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുവിനോടൊപ്പം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടെ നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നമ്മെ നടത്തുന്ന വഴികൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത അവൻ വാക്ക് പറഞ്ഞാൽ വിശ്വസ്തനാണ് എന്നതാണ്. ലോകത്തിലെ എല്ലാ മനുഷ്യരും അവരുടെ വാക്കുകൾ മാറും, സ്ഥിതികൾ മാറും, സാഹചര്യങ്ങൾ മാറും. എന്നാൽ കർത്താവിൻ്റെ വചനം പറയുന്നു അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്. ഈ പകലിൽ എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പരിശുദ്ധാത്മാവിൽ പറയട്ടെ, കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ അതൊരിക്കലും മാറുന്നില്ല. അവൻ വിശ്വസ്തനായ ദൈവമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് തുടർമാനമായി നമ്മൾക്ക് ചിന്തിക്കുവാൻ കർത്താവ് അവസരത്തെ തന്നു. ആ വചനചിന്തകൾ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് അറിഞ്ഞതിൽ ഞാൻ കർത്താവിൽ ആ വചനചിന്തകൾ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് അറിഞ്ഞതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു. കർത്താവിന് സകല മാനവും മഹത്വവും അർപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളെ പ്രാർത്ഥനാ ലൈനിൽ വിളിച്ച ഒട്ടനവധി ആളുകളുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾ തുടർമാനമായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നമ്മുടെ ജീവിതത്തെ പണിയുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണല്ലോ നാം കഴിഞ്ഞ ആഴ്ചകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കുശവൻ്റെ കയ്യിൽ ഒരു കളിമൺ പാത്രത്തെ എപ്രകാരം പണിതെടുക്കുവാൻ സാധിക്കുമോ അതുപോലെ കർത്താവ് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ പണിതെടുക്കുന്ന ദൈവമാണ്. യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 18-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് കഴിഞ്ഞ ആഴ്ചകളിൽ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. കുശവൻ്റെ കരങ്ങളിൽ എപ്രകാരം ഒരു കളിമൺ പാത്രം നിർമ്മിക്കപ്പെടുന്നു, പണിയപ്പെടുന്നു, അപ്രകാരം ദൈവം നമ്മെ പണിയുന്ന വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് തന്ന ചില ചിന്തകൾ നിങ്ങളുടെ അനുഗ്രഹത്തിനായി ഞാൻ പങ്കുവെക്കുകയാണ്. ഒരു കളിമൺ പാത്രത്തെ കുശവൻ പണിയുമ്പോൾ അതിന് വിവിധ ഘട്ടങ്ങളുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറയുവാനിടയായി. അതിൻ്റെ പ്രാരംഭ ചില ഘട്ടങ്ങൾ നമുക്ക് ചിന്തിക്കുവാനും കർത്താവ് നമ്മെ സഹായിച്ചു. അതിൻ്റെ ഒന്നാമത്തെ ഘട്ടം, ഒരു കളിമൺ പാത്രത്തെ കുശവൻ പണിയുവാനായി തിരഞ്ഞെടുക്കുമ്പോൾ അതിനു വേണ്ട കളിമണ്ണിനെ ശേഖരിക്കുവാൻ ഒരു കുശവൻ നദിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലും. അതുപോലെ നമ്മെ തിരഞ്ഞെടുക്കുവാൻ പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. പാപത്തിൽ മുങ്ങിക്കിടന്ന അപ്രകാരമുള്ള ജീവിത സാഹചര്യങ്ങൾ താന്നുപോയിക്കൊണ്ടിരുന്ന നമ്മെ അവൻ കരം പിടിച്ച് എഴുന്നേൽപ്പിച്ച് പുറത്തു കൊണ്ടുവന്നു. അതേ പ്രിയമുള്ളവരെ, കർത്താവ് നമ്മെ ഒത്തിരി സ്നേഹിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമതായി നാം ഇങ്ങനെ ചിന്തിച്ചു, ആ തിരഞ്ഞെടുക്കപ്പെട്ട കളിമണ്ണിനെ ആ കുശവൻ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ കടത്തിവിടും. അതുപോലെ കർത്താവ് തിരഞ്ഞെടുക്കപ്പെട്ട എന്നെയും നിങ്ങളെയും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ജീവിത അനുഭവങ്ങളിലൂടെ കടത്തിവിട്ടുകൊണ്ട് നമ്മെ അവൻ ശുദ്ധീകരിക്കും. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുന്നില്ല എന്ന് നാം വചനത്തിൽ വായിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ അനുഭവങ്ങളും, ഓരോ മുറിപ്പെടുത്തലുകളും, ഓരോ ചെത്തുന്ന അനുഭവങ്ങളും എല്ലാം ദൈവം നമ്മെ പണിതെടുക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതികളാണെന്ന് ഈ പകൽ മറന്നു പോകരുത്. ജീവിതത്തിൽ കഷ്ടതയുടെ സാഹചര്യം വരുമ്പോൾ, വേദനയുടെ സാഹചര്യങ്ങൾ വരുമ്പോൾ നാം ആ കഷ്ടതയോടും വേദനയോടും പ്രതികരിക്കുന്നത് പലപ്പോഴും തെറ്റായ രീതിയിലാണ്. കഷ്ടമനുഭവിക്കുന്ന ഞാനും നിങ്ങളും പറയുന്ന വാക്കുകൾ കർത്താവിനെ സ്നേഹിക്കുന്നില്ല, കർത്താവിനെ മറന്നുപോയി എന്നതാണ്. എന്നാൽ ഈ വചനത്തിൽ നിന്ന് നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജീവിതത്തിലെ ഓരോ മുറിയപ്പെടുന്ന അനുഭവങ്ങളും വേദനകളും കർത്താവ് നമ്മെ പണിയുവാൻ, നമ്മെ ശുദ്ധീകരിക്കുവാൻ ദൈവം നമ്മെ കടത്തിവിടുന്ന ചില സാഹചര്യങ്ങളാണെന്ന് നിങ്ങൾ മറന്നു പോകരുത്.
യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തിവെടുപ്പാക്കുന്നു. അതേ പ്രിയമുള്ളവരെ, നാം ദൈവസന്നിധിയിൽ ഫലമുള്ളവരായി തീരുവാൻ, അധികം ഫലമുള്ളവരായി തീരുവാൻ ഒരുപക്ഷെ ഇപ്രകാരം മുറിക്കപ്പെടുന്ന അനുഭവങ്ങളിലൂടെ, വേദനയുടെ അനുഭവങ്ങളിലൂടെ നാം കടന്നു പോകേണ്ടി വരും. എന്നാൽ തിരിച്ചറിയുക, ഇതും പണിയുടെ ഭാഗമാണ്. ഇന്നു പകൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു കുശവൻ ആ കളിമണ്ണിനെ പണിതെടുക്കുമ്പോഴുള്ള അതിൻ്റെ 3-ാമത്തെ ഘട്ടത്തെക്കുറിച്ചാണ്. അതിൻ്റെ 3-ാമത്തെ ഘട്ടം എന്ന് പറയുന്നത്, ഇപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട കളിമണ്ണ് അല്ലെങ്കിൽ ശുദ്ധീകരിക്കപ്പെട്ട കളിമണ്ണ്, അതിനെ കുശവൻ വെള്ളം ചേർത്ത് മയപ്പെടുത്തുന്ന ഒരു ഘട്ടമുണ്ടെന്ന് മറക്കരുത്. തിരഞ്ഞെടുക്കപ്പെട്ട കളിമണ്ണിനെ കുശവൻ എന്തു ചെയ്യുമെന്ന് നാം ആദ്യം ചിന്തിച്ചു. അതിനെ ശുദ്ധീകരിക്കും. ഇങ്ങനെ ശുദ്ധീകരിച്ച കളിമണ്ണിനെ വെള്ളം ചേർത്ത് അതിനെ മയപ്പെടുത്തിയെടുക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും കർത്താവ് ഇപ്രകാരമുള്ള ഒരു ഒരുക്കം, ഒരു പണിയപ്പെടുന്ന അനുഭവം കർത്താവുമാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കുശവൻ ആ കളിമണ്ണിനെ മയപ്പെടുത്തുവാൻ വെള്ളം ഉപയോഗിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവും ദൈവവചനവും നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ, നമ്മിലെ കട്ടിയായ മേഖലകൾ, നമ്മളിൽ മാറ്റം വരാത്ത സ്വഭാവങ്ങൾ, അപ്രകാരമുള്ള മേഖലകളിൽ ദൈവത്തിൻ്റെ വചനവും പരിശുദ്ധാത്മാവും ക്രിയ ചെയ്യുമ്പോൾ നമ്മെ ഉടച്ച് ദൈവം ആഗ്രഹിക്കുന്ന വിധം മയമുള്ള യജമാനന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുവരും. നമ്മിൽ എല്ലാവരിലും കട്ടിയായ, ആർക്കും മാറ്റം വരുത്താൻ കഴിയാത്ത ചില സ്വഭാവ രീതികളുണ്ട്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ചിലർ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ സ്വഭാവങ്ങളെ ജയിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു യുവാവ് എൻ്റെ അടുക്കൽ കടന്നു വന്നു. അവൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ മറ്റാർക്കും അറിയാത്ത ഒരു പാപ സ്വഭാവത്തിൽ അവൻ പിടിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. 16 വയസ്സ് മാത്രമുള്ള ആ ചെറുപ്പക്കാരൻ, ആ പഠിക്കുന്ന മകൻ, അവൻ്റെ ജീവിതത്തിൽ വന്ന ഒത്തിരി പരാജയങ്ങൾ, ആർക്കും അവനെ ഒന്ന് ക്രമീകരിക്കുവാനോ അവൻ്റെ ജീവിതത്തെ മാറ്റുവാനോ കഴിയുകയില്ല. അവൻ തന്നെ പറഞ്ഞത്, ഞാൻ പലപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് കഴിയുന്നില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവവചനവും പരിശുദ്ധാത്മാവും ആ പ്രിയ മകനെ സ്പർശിച്ചപ്പോൾ അതുവരെ അവൻ്റെ മാതാപിതാക്കൾക്ക്, അവൻ്റെ സഹോദരങ്ങൾക്ക്, അവൻ്റെ കൂട്ടുകാർക്ക്, മറ്റാർക്കും വരുത്താൻ കഴിയാത്ത ആ വലിയ മാറ്റം അവൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നത് ഞാൻ വ്യക്തിപരമായി കണ്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവിന് നമ്മെ മാറ്റാൻ സാധ്യമാണ്. നിങ്ങളുടെ ഏത് ജീവിത സാഹചര്യങ്ങളെയും, നിങ്ങളുടെ ഏത് സ്വഭാവത്തെയും മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ഇന്ന് പകൽ നിങ്ങൾ ഒന്ന് സമർപ്പിച്ചു കൊടുക്കുമെങ്കിൽ, ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഒരു മദ്യപാനി ആയിരിക്കാം, അല്ലെങ്കിൽ കുടുംബ പ്രശ്നമുള്ളൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കര കോപമുള്ള വ്യക്തിയായിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, കർത്താവിന് നിങ്ങളെ മാറ്റുവാൻ കഴിയും. കർത്താവിന് നിങ്ങളെ രൂപപ്പെടുത്തുവാൻ കഴിയും. എങ്ങനെയാണ് കർത്താവ് നമ്മെ രൂപപ്പെടുത്തുന്നത്? ദൈവത്തിൻ്റെ വചനത്തിലൂടെയാണ് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മുടെ ഹൃദയങ്ങളിൽ ഇടപെടുമ്പോൾ നമ്മിലെ കട്ടിയായ പ്രതലങ്ങൾ, നമ്മിലെ മാറ്റം വരുത്താൻ കഴിയാത്ത മേഖലകൾ, അവിടേക്ക് പരിശുദ്ധാത്മാവും വചനവും ഒന്നിച്ച് കടന്നു ചെന്ന് നമ്മെ ഒന്ന് ഉടച്ച്, നമ്മെ ഒന്ന് പണിയുവാൻ ദൈവത്തിൻ്റെ വചനത്തിനും പരിശുദ്ധാത്മാവിനും സാധിക്കുമെന്നത് നിങ്ങൾ മറന്നു പോകരുത്. ഈ കളിമണ്ണിൽ വെള്ളം ചേർക്കപ്പെട്ടില്ല എങ്കിൽ അതിന് സംഭവിക്കുന്നത് അത് കട്ടിയായി പോകും. പലപ്പോഴും ദൈവവചനം നമ്മിലേക്ക് കടന്നു വരാൻ കഴിയാത്തതാണ് നമ്മെ കട്ടിയുള്ള മനുഷ്യരാക്കി, അല്ലെങ്കിൽ ആർക്കും മാറ്റാൻ കഴിയാത്ത വ്യക്തിത്വമായി നാം മാറാനുള്ള കാരണം. ദൈവവചനം സ്വീകരിക്കാത്ത ഒരു മനോഭാവമാണോ നിങ്ങൾക്കുള്ളത്? ദൈവവചനത്തെ തള്ളിക്കളയുന്ന ഒരു മനോഭാവമാണോ നിങ്ങൾക്കുള്ളത്? ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ജീവിതം വളരെ കട്ടിയുള്ള ഒരു സാഹചര്യമായി മാറും. ആർക്കും നിങ്ങളെ മാറ്റാൻ കഴിയുകയില്ല. എന്നാൽ ദൈവവചനത്തിന് കീഴ്പ്പെടുകയും ദൈവശബ്ദത്തോട് പ്രതികരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് നിങ്ങളെങ്കിൽ, നിങ്ങളെ പണിതെടുക്കുവാൻ എൻ്റെ ദൈവത്തിന് സാധിക്കുമെന്നത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സത്യമാണ്. അതേ പ്രിയമുള്ളവരെ, കർത്താവിന് നമ്മെ രൂപപ്പെടുത്തുവാൻ, രൂപാന്തരപ്പെടുത്തുവാൻ, കുശവൻ എന്തിനു വേണ്ടിയാണ് ഈ കളിമണ്ണിന്മേൽ വെള്ളം തളിക്കുന്നത് അല്ലെങ്കിൽ വെള്ളം ചേർക്കുന്നത്? തൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച്
ഈ കളിമൺ ആമേൻ തൻ്റെ കൈക്ക് പാകപ്പെട്ട നിലയിൽ ആമേൻ അതിനെ ആയിത്തീരുവാൻ വേണ്ടിയിട്ടാണ് താൻ ആമേൻ ഇതിനകത്ത് വെള്ളം ചേർക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം വചനത്തെയും ആമേൻ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിനെയും തരുന്നത് എന്തിനാണ് എന്നതിൻ്റെ അർത്ഥം ഇതാണ്. ആമേൻ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ ഞാനും നിങ്ങളും പണിയപ്പെടണം. പലപ്പോഴും നാം അത് ചിന്തിക്കാറില്ല. നാം കേൾക്കുന്ന വചനം, നാം കേൾക്കുന്ന ദൈവശബ്ദം, പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകൾ പലപ്പോഴും നാം അതിനോട് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് വളരെ കുറവാണ്. യാക്കോബിൻ്റെ ലേഖനം നാം വായിക്കുമ്പോൾ അവിടെ ദൈവവചനത്തെക്കുറിച്ച്, അതിൻ്റെ ശക്തിയെക്കുറിച്ച് 1-ാമത്തെ അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 1-ാമത്തെ അധ്യായം അതിൻ്റെ 21-22 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുവീൻ. എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിക്കുവീൻ. നോക്കുക, ഈ വചനത്തിൽ യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്, ആകയാൽ എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം കൈക്കൊള്ളുവീൻ. അപ്പോൾ എൻ്റെയും നിങ്ങളുടെ ആത്മാവിനെ രക്ഷിക്കുവാൻ, ലോകത്തിലെ മറ്റൊന്നിനും നമ്മുടെ ആത്മാവിനെ രക്ഷിക്കുവാൻ കഴിയത്തില്ല. പക്ഷേ നമ്മുടെ ആത്മാ തലങ്ങളെ വരെ സ്പർശിക്കുവാൻ, ഇടപെടുവാൻ കഴിയുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ വചനം. ആ ദൈവത്തിൻ്റെ വചനം ഒരു വ്യക്തിയിലേക്ക് കടന്നു വരുമ്പോൾ അവനിലുള്ള ദുഷ്ടതയും അവനിലുള്ള തിന്മയും മറ്റ് എല്ലാ സ്വഭാവങ്ങളും മാറ്റി അവനെ ഒരു പുതു മനുഷ്യനാക്കി തീർക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് സാധിക്കും. ഇന്ന് പകൽ ഈ വചനത്തോടുള്ള നമ്മുടെ പ്രതികരണം എങ്ങനെയാണ്? യാക്കോബ് അപ്പോസ്തലൻ അതിൻ്റെ താഴെയുള്ള വാക്യത്തിൽ പറയുക, എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവരായും ഇരിപ്പീൻ. എന്നെ ഈ പ്രോഗ്രാമിലൂടെ കാണുന്ന വ്യക്തികളോട് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയട്ടെ, നിങ്ങളൊരു പക്ഷേ അനേക വചനങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കാം. എന്നാൽ ഈ വചനം കേൾക്കുക മാത്രം ചെയ്യരുത്. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ചതിക്കുകയാണ്. വചനം പറയുക, നാം കേട്ട വചനം അനുസരിച്ച് അതിനെ ചെയ്യുവാൻ, അതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം. അത് നമ്മുടെ ശ്രമം കൊണ്ട് കഴിയത്തില്ല, അത് നമ്മുടെ തീരുമാനങ്ങൾ കൊണ്ട് കഴിയത്തില്ല. അതിന് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. പലപ്പോഴും വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവവചനത്തോടും പ്രാർത്ഥനയോടുമുള്ള നമ്മുടെ സമീപനം എങ്ങനെയാണെന്ന് നാം ചിന്തിക്കാറില്ല. ഒത്തിരി വചനം കേൾക്കുന്നുണ്ട്, എന്നാൽ ആ വചനത്തിനനുസരിച്ച് നമ്മെ ഒന്ന് പണിയുവാൻ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. നാം ആകുന്ന കളിമണ്ണിലേക്ക് ദൈവവചനവും പരിശുദ്ധാത്മാവും കടന്നു വരുമ്പോൾ, പ്രിയമുള്ളവരെ, ആ കുശവൻ ആ കളിമണ്ണിലേക്ക് വെള്ളം ചേർത്ത് അതിനെ മയപ്പെടുത്തി പണിയുന്നത് പോലെ കർത്താവിൻ്റെ വചനത്തിനും പരിശുദ്ധാത്മാവിനും നമ്മെ പണിയുവാൻ കഴിയുമെന്ന് ഈ പകലിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. കർത്താവിൻ്റെ വചനത്തിന് നമ്മെ പണിതെടുക്കുവാനുള്ള ശക്തിയുണ്ട്. നമ്മിലുള്ള മലിനതകളെ, നമ്മിലുള്ള തിന്മയെ നീക്കിക്കളയുവാൻ ദൈവത്തിൻ്റെ വചനത്തിന് കഴിയും. ഇവിടെ നാം വചനം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഭാഗം മനസ്സിലാക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ഈ കുശവൻ്റെ പണിയെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ, അതിനെ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, കുശവൻ ഒരു കളിമണ്ണിന്മേൽ എത്രമാത്രം വെള്ളം പകരുന്നുവോ അത്രമാത്രം ആ കളിമണ്ണ് മയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നാം കേൾക്കുന്ന വചനം, നമ്മോട് സംസാരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം, ഇതൊക്കെ നമ്മെ ഏതൊക്കെയോ മേഖലകളിൽ നമ്മെ രൂപാന്തരപ്പെടുത്തുകയാണ്, നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അങ്ങനെ ഈ പകലൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? എന്നെ ഈ വചനം കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അകത്തുനിന്ന് കർത്താവിനോടൊന്ന് സംസാരിക്കാമോ? പിതാവേ, ഞാൻ ഈ കേൾക്കുന്ന വചനത്താൽ എന്നെ ഒന്ന് പണിയണമേ. എന്നിലെ കട്ടിയായ മേഖലകളിൽ, ആർക്കും മാറ്റം വരുത്താൻ കഴിയാത്ത മേഖലകൾ എന്നിൽ ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. അതിനെ ഒന്ന് മാറ്റാൻ അങ്ങയുടെ വചനത്താൽ എന്നെ ഒന്ന് ഉടയ്ക്കണമേ എന്ന് എത്ര പേർ എന്നോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കും? പ്രിയമുള്ളവരെ, ദൈവവചനത്തിൻ്റെ മുൻപിൽ ഉറച്ചു നിൽക്കുന്ന
അല്ലെങ്കിൽ മാറ്റം വരാത്ത രീതിയിൽ അതിനോട് പ്രതികരിക്കാത്ത നിലയിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ദൈവത്തിന് നിങ്ങളെ പണിയുവാൻ. അതുകൊണ്ടാണ് പത്രോസിൻ്റെ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം 1 പത്രോസ് 5:6 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. അപ്പോൾ ദൈവം നമ്മെ ഉയർത്തണമെങ്കിൽ, ദൈവം നമ്മെ വർദ്ധിപ്പിക്കണമെങ്കിൽ, ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ കൊതിക്കുന്നുണ്ടെങ്കിൽ വചനം പറയുന്നത് ഇങ്ങനെയാണ്: തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുക. പലപ്പോഴും ഈ പ്രാർത്ഥന, പലപ്പോഴും ഈ പ്രോഗ്രാമിലൂടെ എന്നെ കേൾക്കുന്ന പലരും വിളിച്ചിട്ട് എന്നോട് പ്രാർത്ഥന ചോദിക്കാറുണ്ട്. അവരുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി, ഒരു നന്മയ്ക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥന ചോദിക്കാറുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കാറുമുണ്ട്. പക്ഷേ ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയാം, ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ ഫലിക്കും, നിശ്ചയമാണ്. പക്ഷേ വചനത്തിനകത്തൊരു വ്യവസ്ഥ പറഞ്ഞിട്ടുണ്ട്. ആ വ്യവസ്ഥ ഇതാണ്: അവൻ നിങ്ങളെ ഉയർത്തണമെങ്കിൽ അവൻ്റെ കൈക്കീഴിൽ നിങ്ങൾ താണിരിക്കണം. നമ്മുടേതായ വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ട് ദൈവത്തിൻ്റെ അടുക്കൽ വന്നിട്ട് ദൈവമേ എന്നെ ഇങ്ങനെ മാറ്റണം, എനിക്ക് വേണ്ടി ഇത് ചെയ്യണം, അത് ചെയ്യണം എന്ന് പറയുന്നതല്ല വചനത്തിൻ്റെ വ്യവസ്ഥ. ദൈവം നിങ്ങളെ ഉയർത്തുവാൻ കഴിയും, ദൈവത്തിന് നിങ്ങളെ മാനിക്കുവാൻ കഴിയും. പക്ഷേ ദൈവ ശബ്ദത്തിന് മുമ്പാകെ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കണം. പത്രോസിൻ്റെ ജീവിതം ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നിങ്ങളോട് സംസാരിച്ചതാണ്. പത്രോസിൻ്റെ ഭാഗം, ജീവിതാനുഭവം വായിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ യേശു കർത്താവ് പത്രോസിനെ കണ്ടുമുട്ടുമ്പോൾ പത്രോസ് വല കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മുക്കുവനായിരിക്കുന്ന വ്യക്തി വല കഴുകിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ പണി നിർത്തിയിട്ട് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകാനുള്ള ക്രമീകരണത്തിൽ നിൽക്കുകയാണ്. അങ്ങനെയുള്ളൊരു വ്യക്തി പിന്നീട് തൻ്റെ പടകുമായി അല്ലെങ്കിൽ വലയുമായി വീണ്ടും ഇറങ്ങാൻ അവൻ ഒരിക്കലും സന്നദ്ധത കാണിക്കുകയില്ല. എന്നാൽ യേശു അവൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നപ്പോൾ യേശു അവനോട് സംസാരിച്ചു. അവന് പടകൽപ്പം നീക്കുവാൻ അവനോട് ആവശ്യപ്പെട്ടപ്പോൾ യേശുവിൻ്റെ വാക്കിനെ പത്രോസ് പൂർണ്ണമായി, നിർബന്ധത്താലല്ല, അനിഷ്ടമായിട്ടല്ല, പൂർണ്ണ ഇഷ്ടത്തോടെ അവൻ ആ പടകിനെ നീക്കുവാൻ അവൻ സമർപ്പിച്ചതാണ് അവൻ്റെ ജീവിതത്തിൽ നിറവിന് കാരണമായി തീർന്നത്. മറന്നു പോകരുത്. പത്രോസ് യേശു പറഞ്ഞ ആ വാക്കിനെ അതുപോലെ അംഗീകരിച്ചു. രാത്രി മുഴുവൻ അധ്വാനിച്ചത് അവനറിയാം. അവനൊന്നും കിട്ടിയില്ലെന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാലും യേശു പറഞ്ഞപ്പോൾ അവൻ വലയിറക്കാൻ തയ്യാറായി. ഇന്ന് പകൽ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് നിങ്ങളൊരു തീരുമാനമെടുക്കുമ്പോൾ, കർത്താവേ അങ്ങ് എന്തു പറഞ്ഞാലും, വചനം എന്ത് എന്നോട് പറയുന്നു അതനുസരിക്കാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് എന്നോട് കൂടെ ചേർന്ന് നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? വചനം തരുന്ന ഉറപ്പ് അവൻ നിങ്ങളെ ഉയർത്തുന്ന ദൈവമാണ്. എപ്പോഴാണെന്നറിയാമോ? അവൻ്റെ കൈക്കീഴിൽ ഞാനും നിങ്ങളും താണിരിക്കുമ്പോൾ. നാം യേശുവിൻ്റെ അമ്മ മറിയയെക്കുറിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. അവിടെ കന്യകയായിരിക്കുന്ന മറിയയുടെ അടുക്കൽ ദൂതൻ വന്നിട്ട് ദൈവിക പദ്ധതിയെ തന്നോട് പറയുമ്പോൾ അവിടെ മറിയയുടെ പ്രതികരണം നമുക്ക് കാണുവാൻ സാധിക്കും. മറിയ ദൂതൻ്റെ ആ വാക്കിനോട് താൻ പറയുന്ന മറുപടി ഇതാണ്: ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യത്തിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് ഒരു കന്യകയായിരിക്കുന്ന സ്ത്രീ യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് തന്നെ കല്ലെറിയുവാൻ, തന്നെ കൊന്നുകളയുവാൻ അവളുടെ മുമ്പിൽ സാധ്യതയുള്ളപ്പോൾ ദൈവം പറഞ്ഞ ആലോചനയെ അവൾ തള്ളിക്കളഞ്ഞില്ല. അവളുടെ സമർപ്പണമാണ് അവിടെ വലിയൊരു അനുഗ്രഹമായി മാറിയത്. പ്രിയമുള്ളവരെ, ദൈവം പറയുന്ന വാഗ്ദത്തത്തെ അതുപോലെ സ്വീകരിക്കുവാൻ ഒരു സമർപ്പണ മനോഭാവം നമ്മിലുണ്ടായിരിക്കണം. ദൈവം നമ്മോട് എന്ത് സംസാരിച്ചാലും, ദൈവം നമ്മോട് എന്ത് ഇടപെട്ടാലും അതിനെ പൂർണ്ണമായി അംഗീകരിച്ച് അതിന് മുൻപിൽ ഇതാ ഞാൻ ദൈവത്തിൻ്റെ ദാസി, ദൈവത്തിൻ്റെ ദാസൻ എന്ന് പറഞ്ഞ് അതിനെ സ്വീകരിക്കുവാൻ ഒരു മനോഭാവം നാം കാണിക്കുമെങ്കിൽ അവിടെയാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത്. പഴയ നിയമത്തിൽ ഫറവോൻ്റെ ഹൃദയകാഠിന്യത്തെക്കുറിച്ച് പുറപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി അത്ഭുതങ്ങൾ അവൻ കണ്ടു. മോശ ദൈവ പദ്ധതി പ്രകാരം തൻ്റെ അടുക്കിലേക്ക് കടന്നു ചെന്നിട്ട് തൻ്റെ കയ്യാൽ നടന്ന അത്ഭുതങ്ങളെ ഫറവോൻ നേരിട്ട് കണ്ടതാണ്. എന്നാൽ ഇതൊക്കെ കാണുമ്പോഴും
വചനം പറയുന്നത് അവൻ്റെ ഹൃദയം കഠിനപ്പെട്ടു പോയി. അപ്പോൾ ദൈവപ്രവൃത്തി കണ്ട വ്യക്തി, ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കണ്ട ഒരു വ്യക്തി തൻ്റെ ഹൃദയത്തെ കഠിനപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവന് സംഭവിച്ച നാശം നമുക്ക് പുറപ്പാട് പുസ്തകത്തിൽ കാണുവാൻ കഴിയും. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയത്തിനകത്തുള്ള എല്ലാ സ്വയചിന്തകളും, ആർക്കും മാറ്റാൻ കഴിയാത്ത ആ മനോഭാവങ്ങളും ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് കർത്താവിൻ്റെ കയ്യിൽ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മളെ പണിയും. അവൻ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ തിന്മയ്ക്കായിട്ടുള്ളത് കൊണ്ടുവരികയില്ല. സകലത്തെയും അവൻ നന്മയ്ക്കാക്കി മാറ്റുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. അങ്ങനെയെങ്കിൽ ഈ പകൽ എൻ്റെ കൂടെ ചേർന്നൊന്ന് പ്രാർത്ഥിക്കാമോ? നിങ്ങളിപ്പോൾ ആയിരിക്കുന്ന ആ മുറിയിൽ തന്നെ കർത്താവിൻ്റെ കരം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളൊരു കളിമണ്ണിനെ പോലെയാണ്. നിങ്ങളുടെ ജീവിതത്തെ എൻ്റെ യേശുവിന് അവനെ രൂപപ്പെടുത്തുവാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ നല്ല കുശവൻ കളിമണ്ണിനെ, താൻ തിരഞ്ഞെടുത്ത കളിമണ്ണിനെ വെള്ളം ചേർത്ത് മയപ്പെടുത്തി തൻ്റെ കരങ്ങൾ കൊണ്ട് അതിനെ രൂപപ്പെടുത്തി എടുക്കുന്നത് പോലെ ഇന്നു പകൽ എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ എൻ്റെ യേശു രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ നാം വായിക്കുമ്പോൾ, സങ്കീർത്തനങ്ങൾ 126:5 നാം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. ഇന്ന് പകൽ നിങ്ങൾ കണ്ണുനീരോടെയാണോ ദൈവസന്നിധിയിലായിരിക്കുന്നത്? വേദനയോടെയാണോ ദൈവസന്നിധിയിലായിരിക്കുന്നത്? പരിശുദ്ധാത്മാവ് പറയുക, ആർപ്പോടെ കൊയ്യുന്ന, സന്തോഷിക്കുന്ന ഒരു അനുഭവം നിന്റെ മുൻപിലുണ്ടെന്ന് ഈ പകൽ മറന്നു പോകരുത്. ഒരു നിമിഷം എന്നോട് ചേർന്ന് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ അടുത്തേക്ക് കടന്നു വരിക. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന വ്യക്തികൾ, ഇന്ന് പകൽ കർത്താവെ, ഞങ്ങൾ ഈ കേട്ട വചനം പോലെ ഞങ്ങളെ ഒന്ന് ശുദ്ധീകരിക്കുന്ന, ഞങ്ങളെ ഒന്ന് മയപ്പെടുത്തിയെടുക്കുന്ന, ഞങ്ങളിലെ ഭാരമേറിയ, കട്ടിയേറിയ സ്വഭാവങ്ങളെ, ജീവിത അനുഭവങ്ങളെ ഒന്നും പണിതെടുക്കുവാൻ അങ്ങയുടെ വചനവും അങ്ങയുടെ പരിശുദ്ധാത്മാവും ഈ പകൽ അവരുടെ ഹൃദയങ്ങളെ ഒന്ന് സ്പർശിക്കുവാൻ ഈ പകൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവെ, പലപ്പോഴും ആഗ്രഹിച്ചിട്ടും നിർത്താൻ മാറ്റാൻ കഴിയാത്ത ചില സ്വഭാവ രീതികൾ, അതിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരം ഇന്നു പകൽ ചലിക്കട്ടെ. കർത്താവെ, അങ്ങയുടെ കരം ഇന്നു പകൽ അവരെ സ്പർശിക്കട്ടെ. അവരെ നിയന്ത്രിക്കുന്ന എല്ലാ പാപ സ്വഭാവങ്ങളെയും, എല്ലാ പൈശാചികമായ സ്വാധീനങ്ങളെയും ഇന്നു പകൽ യേശുവിൻ്റെ നാമത്തിൽ അവരെ പുറത്താക്കുകയാണ്. അവരുടെ ഭവനങ്ങളിൽ ദൈവിക സമാധാനം കടന്നു വരട്ടെ. അവരുടെ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ. അത്ഭുതങ്ങളെ അവർ കാണട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഇന്ന് പകൽ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ പലപ്പോഴും നിരാശപ്പെട്ട് എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, എൻ്റെ ജീവിതത്തിൽ എനിക്കിനി മുൻപോട്ട് പോകാൻ കഴിയത്തില്ല, ഇവിടം കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്ന് ഹൃദയത്തിൽ ചിന്തിച്ച് തീരുമാനമെടുത്തിരിക്കുന്ന ഒരു വ്യക്തിയോട് പരിശുദ്ധാത്മാവ് ആഴമായിട്ട് സംസാരിക്കുകയാണ്. എനിക്ക് നിന്നെ മാറ്റുവാൻ കഴിയും. ആരൊക്കെ നിന്നെ തള്ളിക്കളഞ്ഞാലും, ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും, ആരൊക്കെ നിന്നെ വേണ്ടെന്ന് പറഞ്ഞു മാറ്റി നിർത്തിയാലും ഈ പകൽ പരിശുദ്ധാത്മാവ് പറയാണ്, എനിക്ക് നിന്നെ രൂപപ്പെടുത്തുവാൻ കഴിയും. നീ മരണം കാണേണ്ടവനല്ല, നീ ജീവിച്ചിരുന്ന് ദൈവത്തിൻ്റെ പ്രവൃത്തി കാണേണ്ട വ്യക്തിയാണെന്ന് ഈ പകൽ പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ കർത്താവെ, അങ്ങയുടെ സാന്നിധ്യം മുറികളിലേക്ക് കടന്നു ചെല്ലട്ടെ. ദൈവപ്രവൃത്തികൾ വെളിപ്പെടട്ടെ. ഇപ്പോൾ രോഗികൾ സൗഖ്യമാകട്ടെ. എല്ലാ പൈശാചിക സ്വാധീനങ്ങളും അവരുടെ ഭവനങ്ങളിൽ നിന്ന് അഴിഞ്ഞു മാറട്ടെ. കുടുംബ ബന്ധങ്ങളിൽ ഒരു റെസ്റ്റോറേഷൻ ഉണ്ടാകട്ടെ. തകർന്ന കുടുംബങ്ങൾ ഈ പകൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ അസാധാരണമായ സ്പർശനം അവരുടെ ജീവിതങ്ങളിൽ ഉണ്ടാകട്ടെ. അങ്ങ് ഞങ്ങളോട് സംസാരിച്ചിരിക്കയാൽ സ്തോത്രം. അങ്ങയുടെ പരിശുദ്ധാത്മാവ് അവരെ സ്പർശിച്ചിരിക്കയാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പ്രിയമുള്ളവരെ, ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഈ വചനധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളെ കൊണ്ടുവന്നിരിക്കുകയാണ്. കർത്താവ് നിങ്ങളെ വളരെ ആഴമായി സ്നേഹിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെയുണ്ട്. തുടർന്നും ഈ പ്രോഗ്രാമിൽ ഞങ്ങളെ കാണുക. എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 10:30 മുതൽ 11 വരെ ഈ TV പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് വചനത്തെ കേൾക്കുവാൻ കഴിയും. ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. അല്ല, ഞങ്ങളുമായി ചേർന്ന് ആരാധിക്കുവാൻ ദൈവിക കൂട്ടായ്മ പങ്കിടുവാൻ ആഗ്രഹിക്കുന്നവർ അടൂരുള്ള ചർച്ചിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:30 മുതൽ 10:30 വരെ മീറ്റിംഗ് നടക്കുന്നു. വരിക, സംബന്ധിക്കുക. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.
പാസ്റ്റർ പ്രത്യേഷ് തോമസ് ശുശ്രൂഷിക്കുന്നു. എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:30 മുതൽ 10:30 വരെ. പാലാഴി ടവർ, 2nd ഫ്ലോർ, കോൺഫറൻസ് ഹാൾ, അടൂർ സെൻട്രലിൽ. നിങ്ങളുടെ പ്രാർത്ഥനാവശ്യങ്ങൾക്കായി ഞങ്ങളെ വിളിക്കുക. 9496 324 717 9447 112 904.